നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തി കൊടുക്കുന്നുണ്ട് തബലയിൽ. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താഴെ ഞാൻ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നന്ദി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പിസോഡ് 9 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ത തെറ്റിക്കിട്ട് തീ തെറ്റിക്കിട്ട് ഗേ തെറ്റിക്കിട്ട് നാ തെരിക്കിട്ട് ത തി ഗേ ന എന്നീ നോട്ടുകളിലൂടെ തരികിട് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. എന്താണ് അതാ. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് പഠിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ദിക്ക് നക്ക് തെറ്റിക്കിട്ട്, ഇന്ന് നമ്മൾ ദിക്ക് നക്ക് തെറ്റിക്കിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അതെ. അപ്പോൾ നമ്മളിന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ദിക്ക് നക്ക് തെറ്റിക്കിട്ട് പഠിക്കാൻ പോകുന്നതാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നലെ പഠിപ്പിച്ച താത്തരിക്കിട്ട് തീത്തരിക്കിട്ട് ഗേത്തരിക്കിട്ട് നാത്തരിക്കിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് വായിച്ച് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഇന്നത്തെ നോട്ടായ ദിക്ക് നക്ക് തെരികിടിലേക്ക് പോവാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. റെഡി? 1 2 3 4. ത ത ദി കിട്ട് തി ത ദി കിട്ട് ഗേ ത ദി കിട്ട് ന ത ദി കിട്ട്. മനസ്സിലായില്ലേ? ഇതാണ് ത തറ്റിക്കിട്ട് തി തറ്റിക്കിട്ട് ഗേ തറ്റിക്കിട്ട് ന തറ്റിക്കിട്ട്. അത്രേ ഉള്ളൂ. ഒന്നും കൂടെ നോക്കിക്കോ. കണ്ടില്ലേ? ഇങ്ങനെ വേണം വായിക്കാൻ. ത തറ്റിക്കിട്ട് തി തറ്റിക്കിട്ട് ഗേ തെറ്റിക്കിട്ട് ന തെറ്റിക്കിട്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച നമ്മുടെ താത്തരികിട് തീത്തരികിട് ഗേത്തരികിട് നാത്തരികിട് നോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദിക്ക് നക്ക് തരികിട്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ദിക്ക് നക്ക് നമ്മൾ ഈ മുമ്പ് താത്തരികിട് തീത്തരികിട് തുടങ്ങിയത് ഫസ്റ്റ് ലെഫ്റ്റ് ആയിരുന്നു. ഇത് നേരെ തിരിച്ചു വരും. നേരെ തബലയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. എങ്ങനെയാണ്? തബലയിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ദിക്ക് നക്ക് തരികിട് എങ്ങനെ വായിക്കുമെന്ന് ഞാൻ നോട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതി വെക്കാൻ ആവശ്യമുള്ളവർ എഴുതി വെച്ചോളൂ. ദിക്ക് നക്ക് തരികിട്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും ദിക്ക് നക്ക് തരികിട്. അപ്പൊ ഈ സെയിം നോട്ട് ഇതേ കണക്ക് എഴുതി വെച്ചിരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ നോട്ട് നമുക്ക് തബലയിൽ വായിച്ചു നോക്കാം. ഫസ്റ്റ് നോട്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. ദിക്ക് നക്ക് തരികിട്ട്. പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ. ദിക്ക് നക്ക് തരികിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേ കണക്ക് വേണം പറയാൻ. ദിക്ക് നക്ക് തരികിട്ട്. ദിക്ക് നക്ക് തരികിട്ട്. അപ്പോൾ നോട്ട് തുടങ്ങുമ്പോൾ വലത്തെ കയ്യിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഞാൻ ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ ദിക്ക് നക്ക് തരികിട് എന്ന് ഞാൻ വായിച്ചു പോവും. അത് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് ഞാൻ രണ്ടാമത് നോട്ട് പറഞ്ഞു തരാം. ദിക്ക് നക്ക് തരികിട്ട്. മനസ്സിലായല്ലോ? സ്ലോയിലാണ് കാണിച്ചത്. ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ദിക്ക് നക്ക് തരികിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദിക്ക് നക്ക് തരികിട്ട്. നമ്മൾ ദിക്കടിക്കുമ്പോൾ നമ്മുടെ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ ചോറിൻ്റെ പാതി പോർഷനിൽ വെച്ചിട്ട് തീ അടിക്കുക. കണ്ടില്ലേ? ഇത്രയും പോർഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ, അവിടെ ഒരു നേർരേഖ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു വര, ഞാൻ നിങ്ങളൊരു ലൈൻ അവിടെ സങ്കല്പിക്കുക. അവിടെ ഒരു വൈറ്റ് ലൈൻ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ നേരെ വയ്ക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആവും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ വേണം നമ്മൾ ദിക്കിൻ്റെ ദി അടിക്കുക. അപ്പോൾ ദി നമ്മൾ ഇങ്ങനെയൊന്നും വെച്ച് നമ്മൾ വിരളൊക്കെ എത്രയും വലുതാക്കി വെച്ച് വിടർത്തി വെച്ചുകൊണ്ട് നമ്മൾ ദി ഒന്നും അടിക്കരുത്.
നമ്മൾ എല്ലാം കൂട്ടി വെച്ച് വേണം അടിക്കാൻ. കൂട്ടി വെച്ച് വേണം നമ്മുടെ കൈ കണ്ടില്ലേ, നമ്മുടെ കൈ ഇങ്ങനെ 2 കൈ ഇങ്ങനെ വേണം ഇരിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൗഡറായി കിടക്കുന്നുണ്ടാണ്. തബല വായിക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഇട്ടിട്ട് വേണം വായിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ പൗഡറായി കിടക്കുന്നതാണ്. ഇതുകൊണ്ട് വേറെ തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ ചോറിൻ്റെ നടുക്കായിട്ട് ദീ വായിക്കുക. ദീ ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തും വിരൽ ഇങ്ങനെയൊക്കെ പൊക്കി വെച്ചുകൊണ്ടൊന്നും വായിക്കരുത്. ഇത്രയും വിരൽ പൊങ്ങിയിരിക്കണം നമ്മൾ ദീ വായിക്കുമ്പോൾ. ചൂണ്ടുവിരൽ മാത്രം തബലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാഫായിട്ട് ഒരു വര അവിടെ ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ചൂണ്ടുവിരലുകൊണ്ട് ദീ അടിക്കുക. ദീ കണ്ടില്ലേ, ഇപ്പം എൻ്റെ വിരൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ബാക്കിയുള്ള 3 വിരൽ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദീ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദീ ക്ക് നമ്മുടെ ഇടത്തെ കൈയിലെ 4 വിരൽ, നമ്മുടെ ഇടത്തെ കൈയിലെ 4 വിരൽ ഡഗ്ഗയിൽ മീട്ടിലായിട്ട് അടിച്ചു വായിക്കുക. കണ്ടില്ലേ, മീട്ട് എവിടെയാണുള്ളത്? അതേന് ഇത്രയും പോർഷനാണ് ഡഗ്ഗയുടെ മീട്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും പോർഷനിൽ നമ്മളെ വിരൽ കൊണ്ട് പൊത്തി അടിക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ ഇടത്തെ കയ്യിൽ ഡഗ്ഗയിൽ പൊത്തി വായിക്കുക. 4 വിരൽ കൊണ്ട് ഇത്രയും 4 വിരൽ കൊണ്ട് നമ്മൾ മീട്ടിൽ പൊത്തി അടിക്കുമ്പോൾ എന്ന് കേൾക്കും. അപ്പോൾ ക്ക്. ഇനി അടുത്ത ഞായാണ്. ഇപ്പൊ നമ്മൾ ദീക്ക് അടിച്ചല്ലോ, ദീയും വായിച്ച് കേവും വായിച്ച്. അപ്പോൾ 2 നോട്ടുകളായി. അപ്പൊ ഇനി ക്ക്. ഞാൻ എങ്ങനെയാണ്? നമുക്ക് ഞാൻ എല്ലാവർക്കും സാധാരണ വായിക്കും കണക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വലത്തെ കൈയിലെ മോതിര വിരൽ ചോറിന്റെ അഗ്രഭാഗത്ത് വെച്ച് ചൂണ്ടുവിരലുകൊണ്ട് തബലയുടെ മീട്ടിൽ അടിച്ചു വായിക്കുമ്പോൾ എന്ന് കേൾക്കും. കണ്ടില്ലേ, അപ്പൊ ഞാൻ എല്ലാവർക്കും വായിക്കാൻ അറിയാം. ഇനി ദി ക്ക് 3 നോട്ടായല്ലോ. അത് തന്നെ ദി ക്ക് ക്ക് ത ദി ക്ക് ട്. ഇപ്പൊ നമ്മള് ദി ക്ക് ക്ക്. ഇനി അടുത്ത ക്ക് ആണ് വായിക്കാനുള്ളത്. നമ്മളിപ്പം വായിച്ചു. ഇനി അടുത്ത ക്ക് വീണ്ടും ഡഗ്ഗെ തന്നെ. കണ്ടില്ലേ, ക്ക് ത ദി ക്ക് ട്. തീർന്നു. തരിക്കിട്ട് എങ്ങനെയാണ്? സാധാരണ അത്തി തന്നെ നമ്മൾ ഇന്നലെ വായിച്ച തരികിട്, അത്രേ ഉള്ളൂ. ത ദി ക്ക് ട്. ഇത്രേ ഉള്ളൂ. തരികിട് എങ്ങനെയാണ്? 3 1 5 3. ഞാൻ ഈ 3 1 5 3 എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. 3 വിരല്, 1 വിരല്, 5 വിരല്, 3 വിരല്. 3 1 5 3. ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെയാണ്. നിങ്ങളത് തെറ്റിദ്ധരിക്കല്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിന്റെ ഭാഗത്തായിട്ട് എടുക്കുമ്പോൾ നോട്ടിന്റെ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് പറഞ്ഞു തന്നത്. മനസ്സിലായല്ലോ? ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വിരലുകളൊന്നും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ദിക്ക് നക്ക് ത ദി കി ട്. തരിക്കിട്ട് ത ദി കി ട്. ത ദി കി ട്. ത ദി കി ട്. കണ്ടില്ലേ, തരിക്കിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ത ദി കി ട്. ഇത്രയേ ഉള്ളൂ. തരികിട് ഇങ്ങനെ വേണം വായിക്കാം. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ദി ക്ക് ക്ക് ത ദി കി ട്. ഈ ഒരു പോർഷൻ മാത്രമേ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാനായിട്ടേ ഉള്ളൂ. ബാക്കി തരികിട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ, അതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദി ക്ക് ക്ക് ത ദി കി ട്. ദി ക്ക് ക്ക് ത ദി കി ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്നതായതുകൊണ്ട് നിങ്ങളുടെ ഈ ഇടത്തേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. സാധാരണ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നോളൂ. നമ്മുടെ ഡഗ്ഗയിൽ നമ്മുടെ ഇടത്തേക്കായി ഇങ്ങനെ പൊത്തി വായിച്ചോളൂ. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പഠിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചോളൂ. കണ്ടില്ലേ, ഇതിങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ വാക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ വായിച്ചോളൂ. ആദ്യം പതിയെ നമുക്ക് തുടങ്ങാം. പിന്നെ നമുക്ക് വലിയ ബേസിക് നോട്ടുകളിലേക്കും പിന്നെ അതുപോലെ തന്നെ വലിയ പാടുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ തരികിടം കോർവയും അതേപോലെ തന്നെ നിസ്ത്ര ചായ്പൊക്കെ വായിക്കുമ്പോൾ ഇത്തിരി പാടുവിടും. ആ സമയത്തൊന്നും നമ്മൾ അധികം പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നിങ്ങളുടെ രീതിയിലൊന്ന് വായിച്ച് കൈ ഒന്ന് തഴക്കം വരുത്തി എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അപ്പോൾ വേറെ നോട്ടൊക്കെ നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ വായിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ദി ക്ക് ക്ക് ത ദി കി ട്. ദി ക്ക് ക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ പറഞ്ഞത് നേരത്തെ ഇങ്ങനെ വേണോ വായിക്കാം, ഇങ്ങനെ വേണോ വായിക്കാം.
ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിച്ചോളൂ. കൈയൊക്കെ എങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്, അവരെങ്ങനെയാണോ വായിക്കുന്നത്, ഓരോരുത്തരുടെ രീതി അനുസരിച്ച് വായിച്ചാൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കൈ വയ്ക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ അടിച്ചു വായിക്കാൻ പറ്റുന്നത്, ആ രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് വരുമ്പോൾ അത് ഫ്ലുവൻ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം ഞാൻ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ വായിക്കുന്നത്. നിങ്ങളപ്പോൾ അതേ രീതിയിൽ തന്നെ വായിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ദി ക ന ക ത രി ടി ത ദി ക ന ക. നമ്മളെ നോട്ട് യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ. ദി ക ന ക. 1 2 3 4 ഇത്രയേ ഉള്ളൂ. ദി ക ന ക. ബാക്കി ഈ തള്ളവരിൽ തരികിടന്ന് ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി. ത രി കി ട്. ദി ക ന ക ത രി കി ട്. തരികിട. ഇതാണ്, ഇത്രയേ ഉള്ളൂ. നോട്ട് യഥാർത്ഥത്തിൽ 5 എണ്ണേ ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് നല്ല എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തരികിട്ട് നമുക്ക് ഇതിനു മുന്നേ പഠിച്ച നോട്ടാണ്, നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ച നോട്ടാണ് ഈ തരികിട്. അപ്പോൾ ഈ തരികിട് എല്ലാവർക്കും അറിയാം. തീ തരികിട്, ഞാൻ ഇന്നലത്തെ നോട്ട് താ തരികിട്, തീ തരികിട്, ഗേ തരികിട്, ഞാ തരികിട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. നമുക്ക് ഈ തീ കിട്ടാൻ വേണ്ടിയിട്ട്. തീ വായിച്ചാലേ നമുക്ക് ദിക്ക് നക്ക് തരികിടില്ല തീയും, അതുപോലെ തന്നെ തരികിട് താങ്കട് ദിക്കിനക തരികിട് തീയും, ഞാ തരികിട് ദിക്കിനക തരികിട് അതിലെ തീയും, പിന്നെ അതുപോലെ തന്നെ തരികിട് താങ്കട് ദിക്കിനക തരികിട്, ഇതേപോലെ മിശ്ര ചായ്പും അതേപോലെ തന്നെ കോർവ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാക്കി നോക്കിക്കോളൂ. ത രി കി ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്. ആദ്യം ഏതാണ്? ദി ക ന ക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലോ? അതാണ്. അപ്പോൾ നോട്ട് എൻ്റെ കൂടെ പറഞ്ഞു നോക്കിക്കോളൂ. ദി ക ന ക ത രി കി ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്കോളൂ. കൂടെ ദി ക ന ക ത രി കി ട്. ഓക്കെ, എളുപ്പം. ഇത്രയല്ലേ ഉള്ളൂ നോട്ട്. അതാണ്. അപ്പോൾ ഈ നോട്ട് ഇതിനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പോവാം. അപ്പോൾ ഒന്ന് നോട്ട് ലാസ്റ്റ് ആയിട്ട് വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാണ് ഞാൻ ദിക്കിനൊക്കെ തിരികെ വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. കണ്ടില്ലേ? തബല തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ കണ്ടില്ലേ? ദിക്ക് നക്ക് തരികിടന്ന് തബല തന്നെ കറക്റ്റ് ആയിട്ട് ദിക്ക് നക്ക് തരി കി ട് ഇങ്ങനെ പറഞ്ഞ കണ്ടില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ദിക്ക് നക്ക് തരി കി ട്. ഞാൻ വേണമെങ്കിൽ ഞാൻ താളം ഞാൻ കയ്യിൽ അടിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ദിക്ക് നക്ക് തരി കി ട്. കണ്ടില്ലേ? നമ്മൾ അവസാനം അടിയിലാണ് വന്നിരുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ദിക്ക് നക്ക് തരി കി ട്. അടിയിലാണ് വന്നിരുന്നത്. ഇത്രയേ ഉള്ളൂ. ദിക്ക് നക്ക് തരി കി ട്. ദിക്ക് നക്ക് തരി തീർന്ന് കിട്ട് വരുമ്പോൾ ഒരടിയിലാണ് നിന്ന് തീരുന്നത്. മനസ്സിലായല്ലോ? ഒന്നും കൂടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ വായിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്ന് സ്പീഡിൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. സ്പീഡിൽ എന്ന് ഉദ്ദേശിച്ചത് കണ്ടിന്യൂ ആയിട്ടൊന്ന് ഒരു മീഡിയം സ്പീഡിൽ ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മീഡിയം സ്പീഡിൽ ഞാൻ 5 പ്രാവശ്യം വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ പ്രാവശ്യം. രണ്ടാമത്തത്. മൂന്നാമത്തത്. നാലാമത്തത്. അഞ്ചാമത്തത്. ഇനി ഞാൻ 1 2 3 4 5 ഇങ്ങനെ പറയുന്നില്ല, കണ്ടിന്യൂ വായിച്ചു പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം ഞാൻ പറയാൻ നോട്ട്, രണ്ടാമത് വായിക്കാം. ദിക്ക് നക്ക് തരി കി ട്. ദിക്ക് നക്ക് തരി കി ട്. ദിക്ക് നക്ക് തരി കി
കിട്ട് ദിക്ക് നക്ക് തരികിട്ട് ദിക്ക് നക്ക് തരികിട്ട്. ഓക്കെ, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ദിക്കിനൊക്കെ തരികിട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ്, ഒരു 20 മിനിറ്റിനകത്തുള്ള വീഡിയോ ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് മതി, അന്നത്തെ ദിവസം അത് മതി പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസമായിട്ട് ഓരോ താളങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇന്നത്തേക്ക് ഇപ്പോൾ ഇത്രയും മതി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ദിക്കിനൊക്കെ തരികിട് വായിക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? ഒന്നും കൂടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ലാസ്റ്റും കൂടെ കണ്ടോളൂ. ലാസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് വായിച്ചു പോകും, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പം നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചാപ്റ്റർ. ഇനി തുടർന്ന് ഇതേപോലത്തുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷനായി എത്തും. അപ്പോൾ നന്ദി.